നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ നവംബർ മാസത്തിൽ നൽകി തുടങ്ങുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ജനകീയ സമിതികൾ രൂപീകരിച്ച് വില്ലേജ് ഓഫീസുകളെ ജനാധിപത്യവൽക്കരിച്ചെന്നും മന്ത്രി. ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ വിമർശിച്ച് ജോസ് കെ മാണി MP. ഭരണഘടനാ സ്ഥാപനത്തിന് യോജിച്ച പ്രവർത്തനമല്ല നടന്നതെന്നും ജോസ് കെ മാണി. വാഴൂർ പുളിക്കൽ കവലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അപകടത്തിൽപ്പെട്ടത് തുരുത്തി സ്വദേശിയുടെ കാർ. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. നാടെങ്ങും വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ നവംബർ മാസത്തിൽ നൽകി തുടങ്ങുമെന്ന് മന്ത്രി കെ രാജൻ. ഓണം തുരുത്ത് കൈപ്പുഴ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പ് പുറത്തിറക്കുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ ഈ വർഷം നവംബറിൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഓണം തുരുത്ത് കൈപ്പുഴ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ATM കാർഡിന്റെ വലിപ്പത്തിൽ QR കോഡും 10 അക്ക ഡിജിറ്റൽ നമ്പറും ഉൾപ്പെടുന്ന കാർഡാണ് ഓരോ കുടുംബത്തിനും നൽകുന്നത്. ഭൂമി, കെട്ടിടങ്ങൾ, ക്രയവിക്രയങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഈ സ്മാർട്ട് കാർഡിൽ രേഖപ്പെടുത്തും. വില്ലേജ് ഓഫീസുകളെ ശാക്തീകരിക്കുന്നതോടെ റവന്യൂ സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനാകുമെന്നും ജനകീയ സമിതികൾ രൂപീകരിച്ചതോടെ വില്ലേജ് ഓഫീസുകളെ ജനാധിപത്യവൽക്കരിക്കാനായെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ 1957 ആദ്യത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലം മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നടത്തുന്ന ശ്രദ്ധ ലോകത്തിന്റെ മുമ്പിൽ ഒരു കേരള മോഡൽ സൃഷ്ടിക്കാൻ ഇടവരുത്തി. ഐതിഹാസികമായ ഒരു ശ്രമം കാണാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെ സ്മാർട്ട് ലാൻഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന പ്രതിനിധികൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിന്റെ സർവേ സൊല്യൂഷൻ ഇന്ന് രാജ്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. റവന്യൂ വകുപ്പിന്റെ പ്രമുഖ പടിവാതിലായിട്ടുള്ള വില്ലേജ് ഓഫീസുകൾ ശാക്തീകരിക്കപ്പെടുന്നതോടെ നമ്മുടെ പ്രദേശത്തെ റവന്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്കാവും എന്ന് പ്രത്യാശിക്കുന്നു. കൈപ്പുഴ സെന്റ് ജോർജ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്നതോടെ സേവനങ്ങൾ മൊബൈൽ ഫോൺ വഴി വീട്ടിലിരുന്ന് നേടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വില്ലേജ് ഓഫീസുകളുടെ ശിലാഫലക അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് വില്ലേജ് ഓഫീസുകളും ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളുമെല്ലാം സ്മാർട്ടാവുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസുകൾ നേരത്തെ തന്നെ സ്മാർട്ടായി. ആദ്യം നമ്മുടെ നഗരസഭകളായിരുന്നു സ്മാർട്ടാക്കിയത്, പിന്നീട് നമ്മുടെ പഞ്ചായത്തുകൾ, ഇപ്പോൾ വില്ലേജുകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു വരികയാണ്. ഏതാണ്ട് 4 ലക്ഷത്തോളം പേർക്ക് പട്ടയം കൊടുത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവയ്ക്കാൻ റവന്യൂ വകുപ്പിന് കഴിഞ്ഞിരുന്നു. നീണ്ടൂർ ആയിരവേലിൽ റോയ്സ് എബ്രഹാം സൗജന്യമായി വിട്ടു നൽകിയ 8 സെന്റ് ഭൂമിയിലാണ് ഓണം തുരുത്ത് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നത്. കൈപ്പുഴ ഇടമറ്റത്ത് കണ്ടത്തിൽ വീട്ടിൽ പരേതനായ ജോസഫ് ലൂക്കോസ്, ചെറുപുഷ്പവിലാസത്തിൽ ജോർജ് കുട്ടി എന്നിവർ സൗജന്യമായി നൽകിയ 8 സെന്റ് ഭൂമിയിലാണ് കൈപ്പുഴ വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നത്. ഭൂമി നൽകിയ റോയ്സ് എബ്രഹാം, ഭൂമി ലഭ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം ലൂയി മേടയിൽ എന്നിവരെ മന്ത്രി VN വാസവൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് കുമാർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലൂയി മേടയിൽ, പുഷ്പമ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ വിമർശിച്ച് ജോസ് കെ മാണി MP. ഭരണഘടന സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം രാജ്ഭവനുണ്ടെന്നും അതിന് വിപരീതമായി മുന്നോട്ടു പോകുന്നത് ശരിയല്ലെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. ഒരു ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്ഥാപനമാണ്. ആ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് നമുക്ക് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ അതിന് ഭരണഘടനയ്ക്കെതിരെ വിരുദ്ധമായിട്ട് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ആ രീതിയിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ സമൂഹത്തിന് പറ്റില്ല. വാഴൂർ പുളിക്കൽ കവലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. തുരുത്തി സ്വദേശി കുറ്റിക്കൽ വീട്ടിൽ മോൻസിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടിയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട മോൻസി കാർ മരത്തിൽ ഇടിച്ചു നിർത്തുകയായിരുന്നു. ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്നു വാഹനം. മോൻസിക്ക് നിസ്സാര പരിക്കേറ്റു. പാമ്പാടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പള്ളിക്കത്തോട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കോട്ടയം ജില്ലയുടെ വിവിധയിടങ്ങളിൽ യോഗാഭ്യാസങ്ങൾ നടന്നു.
ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഇത്തവണത്തെ ആശയം. മനസ്സ്, ശരീരം, പ്രകൃതി എന്നിവയെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന യോഗയുടെ ഗുണഗണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ലക്ഷ്യം. യോഗ അഭ്യസിക്കുന്നതിലൂടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരാൻ സാധിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും നേതൃത്വത്തിൽ കോട്ടയത്ത് യോഗാ ദിനം ആചരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ശരണ്യ, DMO ഡോക്ടർ മിനി KS എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് നടന്ന റാലിയാണ് ഇന്നിവിടെ നടന്നിരുന്നത്. നാഗമ്പടത്ത് നിന്നും തുടങ്ങി തിരുനക്കര വരെ റാലി നടത്തി. 150ഓളം സ്റ്റാഫുകളായിരുന്നു ഈ റാലിയിൽ പങ്കെടുത്തത്. 21ാം തീയതി ബേക്കർ ഹിൽ സ്കൂളിൽ വെച്ചാണ് അന്താരാഷ്ട്ര യോഗാ ദിനം നാഷണൽ ആയുഷ് മിഷൻ കോട്ടയം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ജോസ് കെ മാണി MP. മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താനോ തിരുത്താനോ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP. സംസ്ഥാനവും MPമാരും തുടർച്ചയായി ആവശ്യപ്പെടുമ്പോഴും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഭേദഗതിക്ക് തയ്യാറാകുന്നില്ല. നിലവിലുള്ള നിയമത്തിൽ തിരുത്തൽ വരുത്തുകയോ റദ്ദാക്കുകയോ ചെയ്യാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊന്നാൽ കുറ്റകരമല്ല എന്ന് വന്യജീവി സംരക്ഷണ നിയമത്തിൽ പറയുന്നുണ്ട്. എന്നാൽ നിലവിൽ ഫോറസ്റ്റുകാർ ജാമ്യമില്ലാ അനുസരിച്ച് കേസെടുക്കും. ഇത് സംബന്ധിച്ചാണ് വ്യക്തത വേണ്ടതെന്നും ജോസ് കെ മാണി പറഞ്ഞു. മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ നശിപ്പിക്കാൻ നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെന്നും താൻ ഉൾപ്പെടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കണ്ട് അഭ്യർത്ഥിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും ജോസ് കെ മാണി MP കുറ്റപ്പെടുത്തി. വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ 11(2)ൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വയം രക്ഷയ്ക്ക് വേണ്ടി ജനവാസ കേന്ദ്രത്തിലേക്ക് വന്യമൃഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെടിവെക്കുകയോ കൊല്ലുകയോ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യാം. പക്ഷേ അത് കുറ്റകരമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് നമ്മളെ നോൺ ബെയിലബിളായിട്ട് നമുക്കെതിരെ കേസെടുക്കുന്നു. അതിവിടെ മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തും ചെയ്യാം. പക്ഷേ ഇതൊരു പ്രിസംഷൻ്റെ ഭാഗമായിട്ടാണ് ആൻറ്റിസിപ്പേറ്ററി നമുക്ക് ഈ നോൺ ബെയിലബിളായിട്ട് നമുക്കെതിരെ കേസെടുക്കുന്നത്. കാരണം കേസെടുക്കാൻ പാടില്ല. മാത്രമല്ല, എന്തെങ്കിലും കുറ്റമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ടത് പോലീസാണ്. പോലീസ് നടത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊരു ഡയറക്ഷൻ കേന്ദ്രം നൽകണം. ഞങ്ങൾ മന്ത്രിയെ കണ്ടിരുന്നു, നമ്മുടെ വനം വകുപ്പ് മന്ത്രിയെ കണ്ടു, ഉപേന്ദ്ര യാദവിനെ കണ്ടു, MLAമാരെ എല്ലാവരുടെ പോയി കണ്ടു. ഞാനിത് പറഞ്ഞു, ഒരു ഡയറക്ഷൻ കൊടുക്കണം. അപ്പോൾ ആ ഡയറക്ഷൻ 63 പ്രകാരം വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാമെന്നുള്ളൊരു വകുപ്പുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾ സംസാരിക്കാം. എന്തോ ഡയറക്ഷൻ കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ആ ഡയറക്ഷൻ കൊടുത്താൽ തീരും. ജീവന് നഷ്ടം വരുത്തുന്ന സംഭവങ്ങളിലെല്ലാം ഈ വ്യവസ്ഥ ബാധകമാവണം. തെരുവനായ ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇത് ബാധകമാക്കണമെന്നും MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് തല എമർജൻസി റെസ്പോൺസ് ടീം അംഗങ്ങൾക്കായി ഏകദിന ശില്പശാല നടത്തി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലായിരുന്നു ശില്പശാല. ദുരന്ത നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദിന ശില്പശാല നടത്തി. കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത സാധ്യതകളെയും മുൻനിർത്തി എടുക്കേണ്ട മുൻകരുതലുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനവും പകർച്ചവ്യാധികളുടെ വരവും തടയാനുള്ള മുന്നൊരുക്കങ്ങളാണ് ഏകദിന ശില്പശാലയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ബ്ലോക്കിന് പരിധിയിൽപ്പെടുന്ന 7 പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരും ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിലെ ജീവനക്കാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും എല്ലാ സ്റ്റാഫിനും ഒന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ സഹായിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ സ്ട്രെച്ചറിലേക്ക് കിടത്തുന്ന കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നാ, പേഷ്യൻ്റ് ഇവിടെ കിടക്കുവാന്ന് വിചാരിച്ചു, അടുത്ത് തന്നെ നമ്മൾ സ്ട്രെച്ചർ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പേഷ്യൻറ്റിനെ അല്ലാതെ റിക്കവറി പൊസിഷൻ എങ്ങനെയായിരുന്നു, ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റോൾ ചെയ്യണം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ്, നമ്മുടെ സൈഡിലേക്ക് റോൾ ചെയ്തതിന് ശേഷം സ്ട്രെച്ചർ അടുപ്പിച്ച് വെച്ചിട്ട് പിന്നെ പതുക്കെ വേണം കിടത്താൻ.
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് അജിത രതീഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർമാൻമാരായ TJ മോഹനൻ, ഷക്കീല നസീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS കൃഷ്ണകുമാർ, PK പ്രദീപ്, രത്നമ്മ രവീന്ദ്രൻ, അനു ഷിജു, എപ്പിഡെർമോളജിസ്റ്റ് ഡോക്ടർ ജിത്തി, ഹെൽത്ത് ഇൻസ്പെക്ടർ സജിത്ത് S, ഫയർ ഓഫീസർമാരായ നൌഫൽ PI, ഷമീർ MP, ജോയിന്റ് BDO സിയാദ് TE, വനിതാക്ഷേമ ഓഫീസർ പ്രശാന്ത് C, സീനിയർ ക്ലർക്ക് ദിലീപ് KR, ജോയിന്റ് BDO ആശാലത, ഹെഡ് അക്കൗണ്ടന്റ് റെജിമോൻ KR തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഐപ്സോ പൊൻകുന്നം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് യുദ്ധവിരുദ്ധ സംഗമം നടത്തി. സംഗമത്തിന് മുന്നോടിയായി ടൗൺ ചുറ്റി റാലിയും നടന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐപ്സോ പൊൻകുന്നം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സംഗമം നടത്തി. സംഗമത്തിന് മുന്നോടിയായി പൊൻകുന്നം ടൗൺ ചുറ്റി റാലി നടന്നു. തുടർന്ന് ടൗണിൽ നടന്ന യുദ്ധവിരുദ്ധ സംഗമം ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീയാർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക ജനത നേടിയ അറിവുകളെല്ലാം മനുഷ്യരാശിയെ കൊന്നൊടുക്കാനാണ് ഉപകരിക്കുന്നത് എന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യമെന്ന് അഡ്വക്കേറ്റ് ശ്രീയാർ ശ്രീകുമാർ പറഞ്ഞു. നമ്മൾ നേടിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ബോധമുള്ള സമൂഹത്തിലാണെങ്കിൽ അത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണ്. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, നമ്മൾ നേടിയ എല്ലാ അറിവുകളും, നമ്മൾ നേടിയ എല്ലാ വിജ്ഞാനങ്ങളും മനുഷ്യനെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വർത്തമാനകാല യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേടിലാണ് നമ്മൾ. നേതാക്കളായ PK ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, അമ്പിളി ശിവദാസ്, VD രജികുമാർ, ഷാക്കി സജീവ്, അഡ്വക്കേറ്റ് MA ഷാജി, S ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മണർകാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാമ്പാടി ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, PFRDA നിയമം പിൻവലിക്കുക, വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുക, സമഗ്ര ശിക്ഷ കേരളയെ സംരക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSTEയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തിയത്. മണർകാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KSTE ജില്ലാ ട്രഷറർ ബിറ്റു P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നേതാക്കളായ ഗിരീഷ് MG, ബിന്ദു R, അനുമോൾ, അരവിന്ദ്, UD ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗയിൽ ട്രെയിൻ മാറിക്കയറി കേരളത്തിലെത്തിയ അശോക് രാജാറാം ഗൌഡയെ ബന്ധുക്കളെ ഏൽപ്പിച്ച് സുമനസ്സുകൾ. വഴിതെറ്റി അലഞ്ഞ് പൊൻകുന്നം ടൗണിലെത്തിയ ഇദ്ദേഹത്തെ പൊൻകുന്നം ശരവണ നിവാസിൽ വേണുധരൻ പിള്ളയാണ് കണ്ടെത്തിയത്. പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൂവപ്പള്ളി ഹോളി ക്രോസ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പിന്നീട് ബന്ധുക്കളെത്തി ഇദ്ദേഹത്തെ കൊണ്ടുപോയി. കേരള, കർണാടക, തമിഴ്നാട് പോലീസിന്റെ പിടികിട്ടപ്പുള്ളിയായ കുപ്രസിദ്ധ മോഷ്ടാവ് സാമ്പാർ മണി എന്നറിയപ്പെടുന്ന ബിജീഷ് 8 വർഷങ്ങൾക്ക് ശേഷം രാമപുരം പോലീസിന്റെ പിടിയിലായി. 2017 രാമപുരം ചിറക്കൽക്കാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീകോവിൽ കുത്തി തുറന്ന് തിരുവാഭരണത്തിലെ ഗോളകം മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. സുഖോദയ ആയുർവേദ ആശുപത്രിയുടെ പുതിയ ശാഖ കഞ്ഞിക്കുഴിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9:30 സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. സുഖോദയ അവതരിപ്പിക്കുന്ന ഫീൽ ആയുർവേദ ഹെൽത്ത് കാർഡ്, സ്കൂൾ ഹെൽത്ത് കാർഡ്, ഗ്രീൻ കാർഡ് എന്നിവയുടെ വിതരണം MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ് എന്നിവർ ചേർന്ന് നിർവഹിക്കും. സമഗ്ര ആയുർവേദ ചികിത്സകൾ പുതിയ ശാഖയിൽ ലഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ ഗ്ലാഡിസ് ജെയിംസ്, ഡോക്ടർ കാതറിൻ ജെയിംസ് എന്നിവർ പറഞ്ഞു. നമ്മൾ സ്കൂളുകളിൽ ഔഷധ സസ്യങ്ങളെ ആദ്യം പരിചയപ്പെടുത്തും. ചെടികൾ ഇപ്പം നമ്മുടെ പണ്ടൊക്കെ ബ്രഹ്മിയൊക്കെ എല്ലാവർക്കും വീട്ടുവളപ്പിൽ അറിയാം. അപ്പം ഇപ്പം ബ്രഹ്മി എന്താന്ന് വെച്ചാൽ നമ്മുടെ ബുക്കിൽ പടത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഔഷധ സസ്യങ്ങളെ കുട്ടികളെ കാണിച്ചു കൊടുക്കും, അതിനെ തൊട്ട് നോക്കാനുള്ള ഒരു ഇത് കൊടുക്കും. അവരെ കൊണ്ട് തന്നെ അവരുടെ സ്കൂളിൽ നട്ട് അവർക്കൊരു ഔഷധ തോട്ടവും കൂടെ ക്രമീകരിക്കുന്ന രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത്. പാലായിലെ മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കുന്നതിനായി 13,75,00,000 രൂപ അനുവദിച്ചു. മാണി സി കാപ്പൻ MLA-യുടെ ബജറ്റ് നിർദ്ദേശങ്ങളിൽപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്.
പാലാ നഗരസഭാ സ്റ്റേഡിയം നവീകരണത്തിന് പണം ആവശ്യപ്പെട്ടതനുസരിച്ച് സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിനായി ബജറ്റിൽ 7 കോടി രൂപ അനുവദിച്ച് നടപടികൾ ആരംഭിക്കാനായി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മാണി സി കാപ്പൻ MLA പറഞ്ഞു. സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമാകുന്നുവെന്ന കായികപ്രേമികളുടെ പരാതിയെ തുടർന്നാണ് ബജറ്റിൽ മാണി സി കാപ്പൻ സ്റ്റേഡിയം നവീകരണത്തിനുള്ള നിർദ്ദേശം ഉൾപ്പെടുത്തിയത്. നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് പാലായിലെത്തി. സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. തുടർന്ന് 7 കോടി രൂപ നവീകരണത്തിനായി അനുവദിക്കുന്നതായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബജറ്റിൽ സിന്തറ്റിക് ട്രാക്കിനായി പണം അനുവദിച്ചിരിക്കുന്നതുകൊണ്ട് പുതിയതായി അനുവദിച്ച തുക എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിക്കാൻ ജില്ലാ കളക്ടർ മാണി സി കാപ്പനോട് ആവശ്യപ്പെട്ടു. 6.25 കോടി രൂപ സ്റ്റേഡിയത്തിൽ ഗാലറി പണിയാനും ബാക്കി 25 ലക്ഷം രൂപ രാമപുരം പഞ്ചായത്തിൽ റോഡിനായി വിനിയോഗിക്കണമെന്നും മാണി സി കാപ്പൻ MLA ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. തന്റെ നിർദ്ദേശമനുസരിച്ച് സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിനായി ബജറ്റിൽ 7 കോടി രൂപ അനുവദിച്ച സർക്കാരിനോടും തുടർന്ന് അനുവദിച്ച 7 കോടി രൂപ ചെലവഴിക്കാൻ നിർദ്ദേശം സ്വീകരിച്ച മുഖ്യമന്ത്രിയോടും നന്ദിയുണ്ടെന്നും നാടിന്റെ വികസനത്തിനായി എല്ലാവരുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും മാണി സി കാപ്പൻ MLA പറഞ്ഞു. അങ്ങനെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ഗ്യാലറി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പണ്ടൊരു 3 കോടി രൂപ ഒരു 100 ടോക്കൺ പ്രൊവിഷൻ വെച്ചുണ്ടായിരുന്നു. അതിന് ഞാൻ മാറ്റിക്കൊടുത്തു പറഞ്ഞ വലിയൊരു പരാതി ഉണ്ടായിരുന്നു. അത് 2019 മലയോര മേഖലകളിലെ കുടിവെള്ളമില്ലാതെ ആളുകൾ 10-75 വയസ്സായ സ്ത്രീകൾ കുടവും ചുവന്ന വെള്ളവും കൊണ്ട് പോകുന്ന കണ്ടപ്പോൾ ആ കുടിവെള്ള പദ്ധതികൾക്കായിട്ട് പണം കൊടുത്താണ്. അപ്പോൾ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ആ 6.25 കോടി രൂപ 7 കോടിയിൽ 6.25 കോടി രൂപയും സ്റ്റേഡിയത്തിന് ഗാലറി പണിയാനും 25 ലക്ഷം രൂപ രാമപുരത്ത് ഒരു വഴി ധാരണമായി കിടക്കാൻ കൊടുക്കും. ഇതാണ് വ്യത്യാസം. ന്യൂസ് ബ്യൂറോ, പാലാ. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേയോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷനും ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷനും ചേർന്ന് പാലായിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാമമ്പതാൽ മയിലാടുപാറ കോത്താർമലയിൽ രാധാകൃഷ്ണൻ KP നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ നവംബർ മാസത്തിൽ നൽകി തുടങ്ങുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. ജനകീയ സമിതികൾ രൂപീകരിച്ച് വില്ലേജ് ഓഫീസുകളെ ജനാധിപത്യവൽക്കരിച്ചെന്നും മന്ത്രി. ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ വിമർശിച്ച് ജോസ് കെ മാണി MP. ഭരണഘടനാ സ്ഥാപനത്തിന് യോജിച്ച പ്രവർത്തനമല്ല നടന്നതെന്നും ജോസ് കെ മാണി. വാഴൂർ പുളിക്കൽ കവലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അപകടത്തിൽപ്പെട്ടത് തുരുത്തി സ്വദേശിയുടെ കാർ. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. നാടെങ്ങും വിവിധ പരിപാടികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.